നമസ്കാരം, ഞാൻ നെയ്യാറ്റിങ്കര കൃഷ്ണൻ. ഇന്ന് നമ്മൾ തേജോമയി ട്രാവൽസിൻ്റെ കൂടെ കാശി ദർശനം, അയോധ്യ ദർശനം, ഗയ, പ്രയാഗൊക്കെ ദർശനം നടത്തി തിരിച്ചു പോകുന്നു. നമ്മളിന്ന് പിന്നെ അതിലില്ലാത്ത ഒന്ന് രണ്ട് സ്ഥലത്തൂടെ അദ്ദേഹം നമ്മളെ കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ നിൽക്കുന്നത് റാണി ലക്ഷ്മിബായി അദ്ദേഹത്തിൻ്റെ ജന്മഗ്രഹത്തിലാണ്. അവരുടെ ജന്മഗ്രഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് കല്യാണം കഴിച്ചാണ് ഝാൻസിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ വീര വനിതയുടെ ജന്മഗ്രഹത്തിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബാക്കി മേനോൻ സംസാരിക്കും. നമസ്തേ. നമസ്തേ. നമ്മൾ നിൽക്കുന്നപ്പോൾ റാണി ലക്ഷ്മിബായിയുടെ ജന്മഗൃഹത്തിലാണ്. ഇവിടെ നിന്നാണ്, ഈ കാശിയിൽ നിന്നാണ് റാണി ലക്ഷ്മിബായിയെ വിവാഹം ചെയ്ത് കൊണ്ടുപോകുന്നത് ഝാൻസിയിലേക്ക്. ഝാൻസിയിലെ റാണിയാകുന്നതിന് മുമ്പ് ജനിച്ച സ്ഥലമാണ് ഇത്. റാണി ലക്ഷ്മിബായിയുടെ ഇത് ഒരു മ്യൂസിയമായി പരിപാലിച്ചു വരുന്നു. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്ററോളം ദൂരെ ഉൾഭാഗത്തായിട്ട് അസിഘട്ടിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അസിഘട്ടിനടുത്തായിട്ടാണ് റാണി ലക്ഷ്മിബായിയുടെ ജന്മഗൃഹം സ്ഥിതി ചെയ്തിരുന്നത്. ഇതിന് പിന്നിലൊരു സ്കൂളാണ്. ഹായ്. सिंहासन हिल उठे, राजवंशों ने मुकुटी तानी थी, उठे भारत में भी आई फिर से नई जवानी थी. റാണി ലക്ഷ്മിബായിയെക്കുറിച്ചുള്ള കവിതയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. പിതാ മോറോപന്ത് വാ മാ ഭാഗീരഥി. അച്ഛൻ്റെ പേര് മോറോപന്ത്, അമ്മ ഭാഗീരഥി. അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാകുന്ന സന്താനമാണ് റാണി ലക്ഷ്മിബായി. വിവാഹശേഷം ഝാൻസിയിലേക്ക് പോവുകയും ഝാൻസിയുടെ രക്ഷയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യുകയും ചെയ്ത ധീരവനിതയായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1858 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പ്രമുഖ സാന്നിധ്യമായിരുന്നു റാണി ലക്ഷ്മിബായി. झांसी की रानी लक्ष्मीबाई. गंगा घाट के निकट स्थित इसी स्थल पर बलवंत राव मनु के दादा द्वारा निर्मित एक घर में भागीरथी बाई के गर्भ से 19 നവംബർ सन 1835 में 1835 നവംബർ മാസം 19-ാം തീയതിയാണ് മോറോപന്തിനും ഭാഗീരഥിക്കുമായി സന്താനം ജനിക്കുന്നത്, റാണി ലക്ഷ്മിബായി. यहाँ कन्या ने जन्म लिया. माँ भागीरथी बाई की इच्छा से बालिका का नाम मणिकर्णिका संक्षेप में मनु हुआ था. പൂർണ്ണനാമം മനുകർണിക എന്നായിരുന്നു റാണി ലക്ഷ്മിബായിയുടെ. മനു എന്ന് വിളിച്ചിരുന്നു. मोरोपंत व भागीरथी भाई ने अपनी पुत्री मनु को बड़े लाड प्यार से पालना प्रारंभ किया, लेकिन एक काली अंधेरी रात में भागीरथी बाई का निधन हुआ. तब मनु मात्र 2 वर्ष की. ഏകദേശം 2 വർഷമായിരുന്നു. രണ്ടാമത്തെ വയസ്സിലാണ് മനുവിൻ്റെ, അതായത് മണികർണികയുടെ 2ാമത്തെ വയസ്സിലാണ് അമ്മ ഭാഗീരഥി മരണപ്പെടുന്നത്. पेशवा बाजीराव द्वितीय कानपुर के निकट बिट्टूर में निवास करते थे. उन्हीं के बुलाने पर सन 1838 में मोरोपंत ने बिट्टूर जाने का निश्चय किया. അമ്മയുടെ മരണശേഷം 1838 അച്ഛനോടൊപ്പം റാണി ലക്ഷ്മിബായി വേറെ ദേശത്തേക്ക് കുടിയേറി പാർക്കുകയാണ്. व्यापारिक नौका पर यात्रा कर मोरोपंत अपनी पुत्री मनु को लेकर बिट्टूर के लिए प्रस्थान किया गया. बिट्टूर എന്ന സ്ഥലത്തേക്ക് കുടിയേറി പാർക്കാൻ 1838. वृद्ध बाजीराव इस मातृहीन कन्या से खूब स्नेह किया करते थे. बाजीराव ने मनु का दुलार का नाम छबीली अर्थात मैना रखा था. छोटी अवस्था में ही मनु का विवाह झांसी के राजा गंगाधर राव से किया गया. ഝാൻസിയുടെ രാജാവ് ഗംഗാധർ റാവുവിനെ കൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലക്ഷ്മിബായിയെ വിവാഹം കഴിപ്പിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വിവാഹ കെ ഉപരാന്ത് ഹി മനു കാ നാം ലക്ഷ്മിബായി ഹോ ഗയ. കല്യാണത്തിന് ശേഷം പേര് മാറ്റപ്പെട്ടു, ലക്ഷ്മിബായി എന്നാക്കി. ആദ്യം ജനിച്ച സമയത്ത് അവരുടെ പേരായിരുന്നു മണികർണിക, മനു എന്ന് വിളിച്ചിരുന്നു. പക്ഷേ ചെറിയ വയസ്സിൽ തന്നെ കല്യാണത്തിന് ശേഷം ഭർത്താവ് അദ്ദേഹത്തിന് അവരുടെ പേര് മാറ്റി ലക്ഷ്മിബായി എന്നാക്കി. ജൽദി ഹി റാണി ലക്ഷ്മിബായി राज्य के आम जन में एक आदर्श भाग्यशाली व सहृदय स्त्री के रूप में लोकप्रिय हो गई. दाम्पत्य जीवन के कुछ वर्षों बाद 1851 में रानी के एक पुत्र हुआ, किंतु वह पुत्र 3 महीने से ज़्यादा जीवित नहीं रहा. 1854 റാണി ലക്ഷ്മിബായിക്ക് പുത്രൻ ജനിക്കുന്നു. പക്ഷേ 3 വയസ്സോടുകൂടി ആ കുട്ടി മരിച്ചുപോയി എന്നാണ് പറയപ്പെടുന്നത്.
इस दुख से पीड़ित गंगाधर राव बीमार रहने लगे। गंगाधर राव द्वारा एहसास होने पर कि वे अब जीवित नहीं रहेंगे, झांसी के उत्तराधिकारी के तौर पर अपनी वंशावली से जुड़े आनंद को गोद ले लिया, जिसका नाम रखा दामोदर राव। ശേഷം വംശാവലിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഗംഗാധർ റാവു, ഝാൻസിയിലെ രാജാവ് ഗംഗാധർ റാവു ഒരു കുട്ടിയെ ദത്തെടുക്കുകയുണ്ടായി. 21/11/1853 को गंगाधर राव का स्वर्गवास हो गया. 1853 നവംബർ മാസം 24-ാം തീയതി അച്ഛനും സ്വർഗവാസം ആയി. അതിനുശേഷമാണ് റാണി ലക്ഷ്मीबाई अधिकारम ഏറ്റെടുക്കുന്നത്. अंग्रेजों द्वारा संधि के अन्य पहलुओं का विवरण देते हुए गोद लिए पुत्र की झांसी का उत्तराधिकारी मानने से जंकार कर दिया गया तथा पत्र के माध्यम से डलहौजी ने रानी लक्ष्मीबाई का झांसी छोड़ने के निर्देश दिया. ദത്തെടുത്ത പുത്രനെ രാജാധികാരം ഏൽപ്പിക്കുന്ന ബ്രിട്ടീഷുകാർ എതിർത്തു. ബ്രിട്ടീഷുകാർ റാണി ലക്ഷ്മിബായിയെ കാലാപാനി, അതായത് രാജ്യം വിടുവാൻ നിർദ്ദേശിക്കുകയുണ്ടായി. जिसकी प्रतिक्रिया स्वरूप रानी लक्ष्मीबाई ने माँ झांसी ने नहीं छोड़ूंगी कहकर अंग्रेजों के खिलाफ आम जन में जोश और उत्साह भर दिया. इन्हीं दिनों देश के अलग अलग हिस्सों में अंग्रेजों के विरुद्ध एक लहर चल रही थी. रानी लक्ष्मीबाई द्वारा अंग्रेजों के विरुद्ध युद्ध की घोषणा ने अन्य राज्यों को भी प्रेरणा प्रदान किया, जिसके भारतीय इतिहास में पहला स्वतंत्रता संग्राम सन 1857 में क्रांति का उदय हुआ. മറ്റ് രാജ്യങ്ങളെയും പ്രേരിപ്പിച്ചുകൊണ്ട് റാണി ലക്ഷ്മിബായി ബ്രിട്ടീഷുകാർക്കെതിരായ യുദ്ധം പ്രഖ്യാപിച്ചു. അങ്ങനെ 1857 ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം ഉണ്ടായി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. റാണി लक्ष्मीबाई की बेहतरीन नेतृत्व क्षमता व बहादुरी से सन 1857 की क्रांति में कई बार अंग्रेजों की हार का सामना करना पड़ा, लेकिन अन्य राजाओं द्वारा रानी को उचित सहयोग न देने से उत्साहित अंग्रेजों ने अपनी पहले से अधिक फौजी टुकड़ों को रानी लक्ष्मीबाई को घेरने के लिए जंग के मैदान में उतार दिया. अंग्रेजों के विरुद्ध एक वर्ष से निरंतर युद्ध ने रानी ने किया, ताकि परिणाम स्वरूप युद्ध के मैदान में अकेली पड़ चुकी रानी ग्वालियर के निकट अंग्रेजों से गिर गई. लेकिन हार मानने के बजाय जीवन के अंत तक रानी लक्ष्मीबाई अंग्रेजों के विरुद्ध लड़ती रही. सन 1857 की क्रांति की इस महान नायिका ने 18 जून सन 1858 को अपने जीवन को ആഖരി സാസ് ലേലി. ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ ഏകദേശം ഒരു വർഷത്തോളം രാജ്യം വിട്ടുപോകാൻ അപേക്ഷിച്ച ബ്രിട്ടീഷുകാർക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് 1857 തുടങ്ങിയ സ്വാതന്ത്ര്യ സമരത്തിൽ 18-ാം തീയതി ജൂൺ മാസം 18-ാം തീയതി 1858 അവസാനം അന്ത്യശ്വാസം വലിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു റാണി ലക്ഷ്മിബായി. प्रसिद्ध लेखिका महेश्वेता देवी की शोधित उपन्यास റാണി ലക്ഷ്മിബായി के उद्धत है. ഇവിടെ പറഞ്ഞ വാക്കുകൾ മഹാശ്വേതാദേവിയുടെ, എഴുത്തുകാരിയായ മഹാശ്വേതാദേവിയുടെ റാണി ലക്ഷ്മിബായി എന്ന ഉപന്യാസത്തിൽ നിന്നും കടമെടുത്തവയാണ്. ഈ റാണി ലക്ഷ്മിബായിയുടെ ജീവൻ വൃത്താന്തമാണ് നമ്മളിവിടെ വായിച്ചത്. അവരുടെ കുതിരകളും ഉപയോഗിച്ചിരുന്ന മറ്റു കാര്യങ്ങളും ഇവിടെ കാണാം. റാണി ലക്ഷ്മിബായിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചെറിയൊരു ഹിസ്റ്ററി മഹാശ്വേതാദേവിയുടെ റാണി ലക്ഷ്മിബായി എന്ന ഉപന്യാസത്തിൽ നിന്നും കടമെടുത്ത വാക്കുകൾ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. അവരുടെ അച്ഛൻ ഗംഗാധർ റാവു, ജനനസമയത്ത് മണികർണിക എന്ന പേരുള്ള റാണി ലക്ഷ്മിബായി കല്യാണശേഷമാണ് ഗംഗാധർ റാവുവിനാൽ പേര് മാറ്റപ്പെട്ട് രാജ്ഞിയായി മാറിയത്. തൻ്റെ ദത്തുപുത്രന് അധികാരമേൽപ്പിക്കാൻ ബ്രിട്ടീഷുകാർ വിസമ്മതിക്കുകയും രാജ്യം ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ രാജ്യത്തിനെതിരായി ബ്രിട്ടീഷുകാർക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഏകദേശം ഒരു വർഷത്തോളം യുദ്ധം ചെയ്ത് ആ ധീര വനിത ഈ ലോകത്തോട് വിട പറഞ്ഞു. 1858 ജൂൺ മാസം 21-ാം തീയതി. വളരെ പൗരാണികമായ വീടായിരുന്നു ഇവിടെ സ്ഥിതി ചെയ്തിരുന്നത്. പക്ഷേ ആ വീടിന്ന് നിലനിൽപ്പില്ല. എങ്കിലും ആ സ്ഥലത്ത് റാണി ലക്ഷ്മിബായിയുടെ ഓർമ്മയ്ക്കായി മ്യൂസിയം പോലെ ഇത് നിർമ്മിച്ചിരിക്കുകയാണ്.